classical mechanics for MSc physics. നമ്മളിന്ന് Euler Equations for the rigid body motion അതാണെന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ കണ്ടു. Euler angles phi, theta, psi അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുപയോഗിച്ച് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ എ റിജിഡ് ബോഡി. ഇതൊരു സർക്കുലാർ ഡിസ്ക് ആണെന്നിരിക്കട്ടെ. ഇതിൻ്റെ ഡയമീറ്ററിൽ കൂടെ അല്ലെ സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്ന രണ്ട് ആക്സസാ XX' YY'. ഇതിലേതെങ്കിലും ഒരു ആക്സസിനെ ബേസ് ചെയ്ത് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ചർച്ച ചെയ്യാറുണ്ട്. ഇതുകൂടാതെ ഇപ്പോൾ ഈ ക്വാഡ്രൻറ്റിലെ ഒരു പാർട്ട് മാസ് പോയിൻ്റ് എടുക്കുക DM. അതിന് Y ആക്സിസിൽ നിന്നുള്ള ദൂരം X ആക്സിസിൽ നിന്നുള്ള ദൂരം Y എങ്കിൽ DM ഇൻറ്റു XY അതിനെ പ്രോഡക്റ്റ് ഇനേർഷ്യ ഓഫ് ദി മാസ് പോയിൻ്റ് എന്നാണ് പറയുക. അപ്പോൾ ഈ ബോഡിയുടെ മൊത്തം എടുക്കുമ്പോൾ IXY പ്രോഡക്റ്റ് ഇനേർഷ്യ അബൌട്ട് X ആൻഡ് Y ആക്സസ് ഈക്വൽസ് ഇൻ്റഗ്രൽ ഓർ സിഗ്മ DM XY. ഇതുപോലൊരു മാസ് പോയിൻ്റ് ഇവിടെ എടുക്കാം. ഇതിൻ്റെ X കോർഡിനേറ്റ് -X, Y കോർഡിനേറ്റ് Y. അപ്പോൾ ഇത് വെച്ച് പ്രോഡക്റ്റ് ഇനേർഷ്യ എടുത്താൽ നെഗറ്റീവ് കിട്ടും ആൻസർ. -X ഇൻറ്റു DM ഇൻറ്റു -X ഇൻറ്റു Y. അപ്പോൾ ടോട്ടൽ എടുക്കുമ്പോൾ ഇൻ്റഗ്രൽ DM XY എന്നുള്ള നെഗറ്റീവ് വരും. പ്രത്യേകിച്ച് നമ്മൾ ചൂസ് ചെയ്യുന്ന ഇപ്പോൾ ഈ കേസിൽ ഡയമീറ്ററായി Y ആക്സിസ് X ആക്സിസ് ഡയമീറ്റേഴ്സിൽ കൂടെ ആണെങ്കിൽ ഇത് സിലിണ്ട്രിക്കൽ സർക്കുലർ ഡിസ്കും ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റ് ഇനേർഷ്യ അബൌട്ട് X ആൻഡ് Y ആക്സിസ് 0 ആകും. കാരണം എത്ര XY ടേംസ് ഉണ്ടോ അത്രയും -X + Y അതുപോലെ +-Y + X ഈ ടേംസ് കമ്പൈൻ ചെയ്ത് വരും. ഇപ്പോൾ പ്രോഡക്റ്റ് ഇനേർഷ്യ 0 വരും. മറ്റേതെങ്കിലും ആക്സസാണ് എടുക്കുന്നതെങ്കിൽ പ്രോഡക്റ്റ് ഇനേർഷ്യ non-0 ആയിരിക്കും. ഇപ്പം ജനറലായിട്ട് ഇപ്പോൾ ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് മാത്രം റൊട്ടേഷൻ നടക്കുമ്പോൾ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് ഒരു ഫോർമുല ഉപയോഗിക്കാറുള്ളൂ. സർക്കുലർ ഡിസ്ക് ആണെങ്കിൽ 1/2 mr² എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ജനറൽ റൊട്ടേഷൻ എടുക്കുമ്പോൾ പല മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പല രീതിയിൽ ഇത് കറങ്ങും. അപ്പോൾ പല മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിസ്കസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പോസിബിളായിട്ട് വരുന്നത് 9 കമ്പോണൻസ് വരും. IXX എന്ന് പറഞ്ഞാൽ സിഗ്മ ഇൻ്റഗ്രൽ DM Y². IYY എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ DM X². ഇതിൽ ഏത് ആക്സസിനെ ബേസ് ചെയ്താണോ പ്രോഡക്റ്റ് ഇനേർഷ്യ 0 ആകുന്നത് ആ ആക്സസിനെ പ്രിൻസിപ്പൽ ആക്സസ് എന്ന് പറയും. അതുമായിട്ട് ബന്ധപ്പെട്ട IXX IYY ഇതിനെയൊക്കെ നമ്മൾ പ്രിൻസിപ്പൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയും. അപ്പോൾ ഇതും പ്രോഡക്റ്റ് ഇനേർഷ്യ എല്ലാം കൂടെ ചേർത്താൽ 9 കമ്പോണൻസ് ഉള്ള ഒരു മെട്രിക്സ് ഫോം ചെയ്യാം. എലമെൻറ്റ്സ് ആർ IXX, IXY, IXZ, IYX, IYY, IYZ, IZX, IZY, IZZ. പ്രിൻസിപ്പൽ ആക്സസ് ചൂസ് ചെയ്താൽ പർട്ടിക്കുലർ അത് അങ്ങനെയുള്ള ആക്സസ് ഉണ്ട് ഓരോ ബോഡിക്കും. അത് ചൂസ് ചെയ്താൽ പ്രോഡക്റ്റ് ഇനേർഷ്യ എല്ലാം അങ്ങ് 0 ആകും. പോയിട്ട് പ്രിൻസിപ്പൽ ഇനേർഷ്യ മാത്രമേ വരൂ. IXX, IYY, IZZ. അത് നമ്മൾ I1, I2, I3. അപ്പോൾ ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആയിട്ട് മാറും. I1 0 0 0 I2 0 0 0 I3. ഇനി നമ്മൾ കമ്പോണൻസ് ഓഫ് ഒമേഗ വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ആക്സിസും ബോഡി ആക്സിസും ഒക്കെ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. സ്പേസ് ആക്സിസിനെ ബേസ് ചെയ്ത് അപ്പോൾ ഈ ഒമേഗ എന്ന് പറയുമ്പോൾ ഫൈ തീറ്റ സൈ 3 എയ്ലർ ആംഗിൾ 3 ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ആംഗുലാർ കോർഡിനേറ്റ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ആംഗുലാർ വെലോസിറ്റീസ് ഉണ്ട്. ഒമേഗ തീറ്റ, ഒമേഗ ഫൈ, ഒമേഗ സൈ. ഈ ആംഗുലാർ വെലോസിറ്റീസിനെ നമുക്ക് സ്പേസ് ആക്സിസ്
എക്സ് വൈ ഇസഡ് ആക്സിസുമായിട്ട് ബന്ധിപ്പിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ കമ്പോണൻസ് ഓഫ് ഒമേഗ with reference to space axis x, y, z in terms of Euler's angles phi, theta, psi is omega x equals theta dot cos psi plus phi dot sin psi sin theta. Omega y equals theta dot sin psi minus phi dot cos psi sin theta. Omega z equals psi dot plus phi dot cos theta, where dot time derivatives are. ഈ റിലേഷൻ ഇന്നാണ് എയ്ലർ ഇക്വേഷൻസ് ഫോം ചെയ്യാനുള്ള ബേസ് ആയിട്ട് എടുക്കുന്നത്. ഇത് ഞാൻ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇല്ല എങ്കിലും പരിശോധിച്ചിട്ട് ഇത് ഡിറൈവ് ചെയ്യും. അത് നമുക്ക് മെട്രിക്സ് ഫോമിലോ അല്ലാതെയോ ഒക്കെ ചെയ്യാം. ജോമെട്രിക്കൽ മെത്തേഡ്. ഇതിനെ ജോമെട്രിക്കൽ ഇക്വേഷൻ, എയ്ലേഴ്സ് ജോമെട്രിക്കൽ ഇക്വേഷൻസ് എന്നാണ് പറയുക. ഇത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോസ്റ്റ് ചെയ്യും. പക്ഷേ ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയാൽ മതി. ഇനി ഡോ ഒമേഗ ഇസഡ് ബൈ ഡോ സൈ ഡോട്ട്, സൈ ഡോട്ട് കൊണ്ട് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇത് കോൺസ്റ്റൻ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ലേ, ഇപ്പോൾ വാടെന്ന് വരും. ഇതിനെ സൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതിനകത്ത് സൈ എക്സ്പ്ലിസിറ്റ് ആയിട്ട് വരുന്നില്ല. അപ്പോൾ സൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ 0 വരും. ഇപ്പോൾ ഡോ ഒമേഗ ഇസഡ് ബൈ ഡോ ഇസഡ് ഡോട്ട് ഈക്വൽസ് 1, ഡോ ഒമേഗ ഇസഡ് ബൈ ഡോ സൈ ഈക്വൽസ് 0, ഡോ ഒമേഗ എക്സ് ബൈ ഡോ സൈ, ഇതിനെ ഡോ സൈ കൊണ്ട് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇത് മൈനസ് സൈൻ സൈ ആവും. അപ്പം മൈനസ് തീറ്റ ഡോട്ട് സൈൻ സൈ പ്ലസ് ഫൈവ് ഡോട്ട് കോസ് സൈ, സൈനിൻ്റെ കോസ് സൈൻ തീറ്റ. ദിസ് ഈസ് മൈനസ് ഓഫ് ഒമേഗ വൈ, ഇതിൻ്റെ നെഗറ്റീവായി ഇത് മൈനസ് ഒമേഗ വൈ. ഇതുപോലെ ഡോ ഒമേഗ വൈ ബൈ ഡോ ഇസഡ് എന്ന് പറഞ്ഞാൽ തീറ്റ ഡോട്ട് കോസ് സൈ, ഇതിൻ്റെ മൈനസ് സൈൻ സൈ വരും. അപ്പോൾ പ്ലസ് വരും ഇവിടെ, പ്ലസ് ഫൈവ് ഡോട്ട് സൈൻ വൈ സൈൻ സൈ സൈൻ തീറ്റ. ദിസ് ഈസ് നത്തിങ് ബട്ട് ഒമേഗ എക്സ്. അപ്പോൾ ഡോ ഒമേഗ വൈ ബൈ ഡോ സൈ എന്ന് പറഞ്ഞാൽ ഒമേഗ എക്സ്. ഇനി ലഗ്രാഞ്ചേഴ്സ് ഇക്വേഷൻ ഫോർ സൈ. അപ്പോൾ ലഗ്രാഞ്ചേഴ്സ് ഇക്വേഷൻ ഇവിടെ 3 ഫോം ചെയ്യണം. ഒന്ന് സൈക്ക്, തീറ്റയ്ക്ക്, ഫൈക്ക്. അപ്പം സൈ മാത്രം ഒന്ന് എടുത്തിട്ട് ബാക്കി നമുക്ക് നേരിട്ട് അങ്ങ് എഴുതാമെന്നുള്ള ഇക്വേഷൻസ്. ഇപ്പോൾ സൈഡ് ലഗ്രാഞ്ചേഴ്സ് ഇക്വേഷൻ എടുക്കുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യു ജെ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യു ജെ ഈക്വൽ 0, വേറെ എൽ ഈക്വൽസ് ലഗ്രാഞ്ച് എൽ ഈക്വൽസ് ടി മൈനസ് വി. ഇവിടെ ഇപ്പോൾ ക്യു ജെ ഈസ് സൈ, ജനറലൈസ് കോർഡിനേറ്റ് ഇവിടെ ഇപ്പോൾ സൈ നമ്മൾ എടുത്തത്, ക്യു ജെ ഡോട്ട് അതുകൊണ്ട് സൈ ഡോട്ട്. ഇനി എൽ എന്ന് പറഞ്ഞാൽ വിക്കകത്ത് ക്യു ജെ ഡോട്ട് വരില്ല. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വെലോസിറ്റി കമ്പോണൻറ്റ് ക്യു ജെ ഡോട്ട്. അത് പൊസിഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ ഡോ എൽ ബൈ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യു ജെ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡോ എൽ ബൈ ഡോ ടി ബൈ ഡോ ക്യു ജെ മൈനസ് ഡോ വി ബൈ ഡോ ക്യു ജെ ഡോ സൈ ഡോട്ട്. വി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സൈ ഡോട്ട്. അപ്പോൾ അതൊക്കെ 0 ആകും. പോയിട്ട് ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ സൈ ഡോട്ട് മൈനസ് ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഡോ ടി ബൈ ഡോ സൈ മൈനസ് ഡോ വി ബൈ ഡോ സൈ. ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് വിയുടെ പ്ലസ് ആകും. അപ്പോൾ മൈനസ് ഡോ ടി ബൈ ഡോ സൈ പ്ലസ് ഡോ വി ബൈ ഡോ സൈ ഈക്വൽ 0. ഓർ ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ സൈ ഡോട്ട് മൈനസ് ഡോ ടി ബൈ ഡോ സൈ ഈക്വൽസ് മൈനസ് ഡോ വി ബൈ ഡോ സൈ. ഇതിപ്പം ഒരു നെഗറ്റീവ് ഓഫ് ഗ്രേഡിയൻ്റാണ്. അപ്പോൾ റൊട്ടേഷൻ ആയതുകൊണ്ട് ഇത് ടോർക്കിൻ്റെ ഒരു കമ്പോണൻ്റാണ്. NZ എന്നിരിക്കട്ടെ, കമ്പോണൻ്റ് ഓഫ് ടോർക്ക് അലോങ് ദി Z ആക്സിസ്. കാരണം psi ഈസ് കണക്റ്റഡ് വിത്ത് റൊട്ടേഷൻ അബൌട്ട് ദി Z ആക്സിസ്. അപ്പോൾ NZ ഇസ് കമ്പോണൻ്റ് ഓഫ് ടോർക്ക്. ഇവിടെ ടോർക്കാണ് വരുന്നത്. ഇതൊക്കെ ബേസിക്കാണ്. നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ഈസ് ഫോഴ്സ്. ലീനിയർ മോഷനിൽ റൊട്ടേഷൻ ആകുമ്പോൾ അത് ടോർക്കാണ്. Z കമ്പോണൻ്റ് ഓഫ് ദി ടോർക്ക്. ഇനി കൈനറ്റിക് എനർജി T ഈക്വൽസ് ഹാഫ്
I1 പ്രിൻസിപ്പൽ ഇനേർഷ്യ മാത്രമേ ഇവിടെ എടുക്കേണ്ട കാര്യമുള്ളൂ. ഹാഫ് I ഒമേഗ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഹാഫ് ഇൻറ്റു I1 ഒമേഗ എക്സ് സ്ക്വയർ പ്ലസ് I2 ഒമേഗ വൈ സ്ക്വയർ പ്ലസ് I3 ഒമേഗ ഇസഡ് സ്ക്വയർ. ഈ ഇക്വേഷൻ 1-ലെ ഇവിടുത്തെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ എഴുതുക. ഡോ ടി ബൈ ഡോ സൈ ഡോട്ട് ഡോ ടി ബൈ ഡോ സൈ എടുക്കുക. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇൻ ഇക്വേഷൻ 1 ഡോ ടി ബൈ ഡോ സൈ ഡോട്ട് എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു I1 ഇൻറ്റു 2 ഒമേഗ എക്സ് ഇൻറ്റു ഡോ ഒമേഗ എക്സ് ബൈ ഡോ സൈ ഡോട്ട് പ്ലസ് I2 ഇൻറ്റു 2 ഒമേഗ വൈ സ്ക്വയർ 2 ഒമേഗ വൈ ഇൻറ്റു ഡോ ഒമേഗ വൈ ബൈ ഡോ സൈ ഡോട്ട് പ്ലസ് I3 ഇൻറ്റു 2 ഒമേഗ ഇസഡ് ഇൻറ്റു ഡോ ഒമേഗ ഇസഡ് ബൈ ഡോ സൈ ഡോട്ട്. ഇത് രണ്ടും സീറോയാണ്. കാരണം എക്സിനകത്തും ഒമേഗ എക്സിലും ഒമേഗ വൈയിലും സൈഡോട്ടില്ല, ഇൻഡിപെൻഡൻ്റ് ഓഫ് സൈഡോട്ടാണ്. ഈ രണ്ടിനകത്ത് സൈഡോട്ട് വരില്ല. അപ്പോൾ സൈഡോട്ട് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ടും അങ്ങ് സീറോയാണ്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് സീറോ പോയിട്ട് ഇത് നമുക്ക് നേരത്തെ 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ടൂവും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ I3 ഒമേഗ ഇസഡ് എന്ന് വരും. മുമ്പേ ഇത് 1 എന്ന് കിട്ടി, നേരത്തെ നമ്മൾ കണ്ടതാണ്. ദിസ് ഈസ് 1. ഡോ ഒമേഗ ഇസഡ് ബൈ ഡോ സൈ ഡോട്ട് ഈസ് 1. അപ്പോൾ ബാക്കിയെല്ലാം സീറോയാണ്. ഇനി ഡോ ടി ബൈ ഡോ സൈ ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു I1 ഇൻറ്റു ഡോ ഒമേഗ എക്സ് ഇൻറ്റു ഡോ 2 ഒമേഗ എക്സ് ഇൻറ്റു ഡോ ഒമേഗ എക്സ് ബൈ ഡോ സൈ പ്ലസ് I2 ഇൻറ്റു 2 ഒമേഗ വൈ. ഇതിനെ സൈ കൊണ്ട് അങ്ങ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡോ ഒമേഗ വൈ ബൈ ഡോ ഇസഡ് പ്ലസ് I3 ഇൻറ്റു 2 ഒമേഗ ഇസഡ് ഇൻറ്റു ഡോ ഒമേഗ ഇസഡ് ബൈ ഡോ സൈ. ഇതിൽ ദിസ് ഈസ് മൈനസ് ഒമേഗ വൈ. ദി അതർ ഈസ് ഒമേഗ എക്സ്. ഡോ ഒമേഗ ഇസഡ് ബൈ ഡോ സൈ 0. അപ്പോൾ അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡോ ടി ബൈ ഡോ സൈ ഈക്വൽസ് മൈനസ് I1 ഒമേഗ എക്സ്. 2 എല്ലാം ക്യാൻസൽ ചെയ്യും. ഒമേഗ എക്സ് ഇൻറ്റു ഒമേഗ വൈ. ഇത് മൈനസ് ഒമേഗ വൈ ആണ്. അപ്പോൾ 0. സോറി, മൈനസ് വരും ഇവിടെ. മൈനസ് I1 ഒമേഗ എക്സ് ഒമേഗ വൈ പ്ലസ് I2 ഇൻറ്റു ഒമേഗ വൈ ഇൻറ്റു ഇത് ഒമേഗ എക്സ് ആണ്. ഇത് 0 പ്ലസ് 0. ഓർ ദാറ്റ് ഈസ് ഡോ ടി ബൈ ഡോ സൈ ഈക്വൽസ് I2 മൈനസ് I1 ഇൻറ്റു ഒമേഗ എക്സ് ഒമേഗ വൈ. ഇതെല്ലാം എടുത്ത് ഇക്വേഷൻ 1-ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ലഗ്രാഞ്ചസ് ഇക്വേഷൻ 1 ഈ ഇക്വേഷൻ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡി ബൈ ഡി ടി ഓഫ് I3 ഒമേഗ ഇസഡ് മൈനസ് ഓഫ് I2 മൈനസ് I1 ഇൻറ്റു ഒമേഗ എക്സ് ഒമേഗ വൈ ഈക്വൽസ് എൻ ഇസഡ്. ഓർ ഇതിപ്പോൾ I1 I3 കോൺസ്റ്റൻ്റാ. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ഇസഡ് എന്ന് പറഞ്ഞാൽ ഒമേഗ ഇസഡ് ഡോട്ട് വരും. ഈ മൈനസ് ഒരു മൈനസ് പുറത്തെടുത്ത പ്ലസ് ആകും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് I3 ഒമേഗ ഇസഡ് ഡോട്ട് പ്ലസ് I1 മൈനസ് I2 ഇൻറ്റു ഒമേഗ എക്സ് ഒമേഗ വൈ ഈക്വൽസ് എൻ ഇസഡ്. ഇതുപോലെ 5 ഡോട്ട് തീറ്റ ഡോട്ട് ഇതെല്ലാം കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തതുപോലെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. എന്നിട്ട് രണ്ട് ഇക്വേഷൻസ് കൂടെ കിട്ടും. പക്ഷേ നമുക്ക് ഇൻഡിസസ് പെർമ്യൂട്ട് ചെയ്താൽ നമുക്ക് നേരിട്ട് അങ്ങ് എഴുതാനുള്ളേ ഉള്ളൂ. അപ്പോൾ പെർമ്യൂട്ടിങ് ദി ഇൻഡിസസ് വി ഗെറ്റ് 2 more equations. I1 ഒമേഗ എക്സ് ഡോട്ട് പ്ലസ് I2 മൈനസ് I3 ഇൻറ്റു ഒമേഗ വൈ ഒമേഗ ഇസഡ് ഈക്വൽസ് എൻ എക്സ്. അങ്ങനെ ഒരെണ്ണം കിട്ടും. I2 ഒമേഗ വൈ ഡോട്ട് പ്ലസ് I3 മൈനസ് I1 ഇൻറ്റു ഒമേഗ ഇസഡ് ഒമേഗ എക്സ് ഈക്വൽസ് എൻ വൈ. ഇത് നമുക്ക് ഇപ്പോൾ കിട്ടിയത് I3 ഒമേഗ ഇസഡ് ഡോട്ട് പ്ലസ് I1 മൈനസ് I2 ഇൻറ്റു ഒമേഗ എക്സ് ഒമേഗ വൈ ഈക്വൽസ് എൻ ഇസഡ്. These are called Euler equation for a rigid body moving with one point fixed. റൊട്ടേഷൻ അവിടെ നമ്മൾ ചെയ്യും. അപ്പോൾ ഏത് രീതി വേണം റൊട്ടേറ്റ് ചെയ്യാം, അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിജിഡ് ബോഡി പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഈ ഇക്വേഷൻസ് നമുക്ക് ഉപയോഗിക്കാം.
സൈൻ ഇവിടെ പ്രശ്നമല്ല. പല രീതിയിൽ സൈൻ ഇവിടെ മൈനസ് വരുന്ന ചില ഓവേഴ്സിൻ്റെ മൈനസ് വരും. നമ്മൾ ചെയ്തു വരുന്നത് അനുസരിച്ച് അത് അപ്ലൈ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അപ്ലൈ ചെയ്ത് പോയാൽ മതി. താങ്ക് യു.